ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന അതിർത്തിയിൽ ഏതാണ്ട് 4000-നും മുകളിൽ കിലോമീറ്ററാണ് അതിർത്തി പങ്കിടുന്ന അതിർത്തിയിലുടനീളം നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബംഗ്ലാദേശിലുള്ള ജയിലുകളെല്ലാം ഈ പ്രക്ഷോഭകാരികൾ തകർത്തിരുന്നു. അവിടെയുള്ള കൊടും ഭീകരർ ഉൾപ്പെടെ 1200-ലധികം പേരാണ് രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ടവർ ആയുധങ്ങളുമായി ഇന്ത്യയിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇന്ത്യയുടെ അതിർത്തി വലിയ നിരീക്ഷണത്തിന് വിധേയമാക്കിയത്. ദിവസവും 100 കണക്കിന് പേരാണ് അതിർത്തി കടക്കാനായി. അത് സാധാരണപ്പെട്ട ജനങ്ങളാണ്. ആ ജനങ്ങളുടെയൊക്കെ മറവിൽ ഭീകരരും എത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത്തരക്കാരെ ഇന്ത്യയിൽ കടത്തിവിടില്ല എന്ന് ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം 1000-ലധികം പേർ തടിച്ചുകൂടുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര വൈറലായി മാറുകയും ചെയ്തിരുന്നു. ആ തടിച്ചുകൂടിയവരെ 0 പോയിന്റിൽ വെച്ച് BSF തടയുകയും ബംഗ്ലാദേശിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോട് ഇവരെ തിരികെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ നിരീക്ഷണം ഇന്ത്യ ശക്തമാക്കുന്നതിനും ആ പ്രദേശം കൂടുതൽ വളയുന്നതിനും പ്രധാന കാരണമായി പറയുന്നത് ഈ ജയിലുകൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ ജയിലിൽ ഉള്ള വലിയ ഭീകര സംഘടനയുടെ നേതാക്കൾ അടക്കമുള്ളവർ ആയുധങ്ങളുമായി ആ തകർന്ന ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.